നമസ്കാരം. പാകിസ്ഥാനിലെ പുതിയ CDF പദവിയിലേക്ക് അസീം മുനീറിനെ ആയുഷ്കാല നിയമ സംരക്ഷണങ്ങളോടെ നിയമിച്ചതോടെ ഉപഭൂഖണ്ഡത്തിന്റെ സുരക്ഷാ രാഷ്ട്രീയത്തിന് മേൽ ഒരു പുതിയ വാൾ തൂക്കിയിട്ടു എന്ന് വേണം പറയാൻ. നെറുകേടിന്റെയും അക്രമത്തിന്റെയും ജീർണിച്ച രാഷ്ട്രീയം മാത്രം പറയാനുള്ള പാകിസ്ഥാന്റെ ചെകുത്താന്റെ മനസ്സുള്ള നേതൃത്വത്തിന് കൂടുതൽ അധികാരങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്നത് ഭസ്മാസുരന് വരം കൊടുക്കുന്നത് പോലെ അതീവ അപകടം പിടിച്ച് അല്ലെങ്കിൽ വിളിച്ചു വരുത്തുന്ന നടപടിയാണ് എന്ന് പറയേണ്ടി വരും. പാകിസ്ഥാന്റെ സൈനിക നിയന്ത്രണവും ആണവശേഷി ഉപയോഗത്തിന്റെ അന്തിമ അധികാരവും ഒരു വ്യക്തിക്ക് കൈമാറപ്പെട്ടത് ഒരു രാജ്യത്തിന്റെ ജനാധിപത്യ ശൈലിയെ മാത്രമല്ല, അയൽ രാജ്യങ്ങളുടെ സുരക്ഷാ ഘടനകളെയും അതീവ ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും. ഇന്ത്യക്കാണ് അതിന്റെ ഏറ്റവും നേരിട്ടുള്ള ആഘാതം അനുഭവിക്കേണ്ടി വരിക. പാകിസ്ഥാന്റെ പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സായി നിയമിതനായ അസീം മുനീറിന് ലഭിക്കുന്നത് ആജീവനാന്ത നിയമ പരിരക്ഷയാണ്. രാജ്യത്തെ പ്രസിഡന്റിന് തുല്യമായ നിയമപരിരക്ഷയും കുറ്റവിചാരണയിൽ നിന്ന് ആജീവനാന്ത പ്രതിരോധ ശേഷിയും പുതിയ പദവിയിലൂടെ അസീം മുനീറിന് ലഭിക്കും. ഇതോടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ സൈനിക മേധാവിയായി മാറിയിരിക്കുകയാണ് അസീം മുനീർ. ഈ പദവിയിലൂടെ ആണവ രാജ്യമായ പാകിസ്ഥാന്റെ സൈനിക നിയന്ത്രണം പൂർണ്ണമായും ഇനി അസീം മുനീറിന്റെ കൈകളിലാകും. കര നാവിക വ്യോമസേനകളുടെ സംയുക്ത സൈനിക മേധാവി സ്ഥാനത്തിന് പുറമെ പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ നിയന്ത്രണവും ഇപ്പോൾ അസീം മുനീറിന്റെ കയ്യിലാണ്. നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡിന്റെ അധികാരമാണ് അസീം മുനീറിന് ലഭിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ ആണവായുധങ്ങളും മിസൈൽ സംവിധാനങ്ങളും കൈകാര്യം ചെയ്യുന്നതാണ് നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡ്. അസീം മുനീറിന് നൽകിയിരിക്കുന്ന നിയമപരിരക്ഷയും അനന്തകാലാധികാരവും സൈനിക കേന്ദ്രീകൃതമായ പാകിസ്ഥാൻ നയരേഖകൾക്ക് കൂടുതൽ കടുപ്പം വരുത്താനാണ് സാധ്യത. ആഭ്യന്തരമായി തകർന്നു പോകുന്ന സമ്പദ് വ്യവസ്ഥ, രാഷ്ട്രീയ അനിശ്ചിതത്വം, തീവ്രവാദ ഗ്രൂപ്പുകളുടെ സ്വാധീനം എന്നിവയെ മറയ്ക്കാൻ പാകിസ്ഥാനിലെ സൈനിക വിഭാഗങ്ങൾ പലപ്പോഴും വിദേശ ഭീഷണി ഉൾപ്പെടെയുള്ള പ്രചരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ശക്തമാക്കപ്പെട്ട ഒരു സൈനിക നേതാവ് ഈ പഴയ കളികൾ വീണ്ടും ശക്തിപ്പെടുത്താൻ ഇനി സാധ്യത കൂടുതലാണ്. ഇതിൽ ഏറ്റവും വലിയ ലക്ഷ്യം ഇന്ത്യയാണ് എന്നുകൂടി പറയേണ്ടി വരും. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക, അതിന്റെ അതിർത്തികളിൽ കലഹാന്തരീക്ഷം സൃഷ്ടിക്കുക, ജമ്മു കശ്മീർ മേഖലയിൽ വീണ്ടും പ്രശ്നങ്ങൾ കത്തിക്കാൻ ശ്രമിക്കുക, ഇവയെല്ലാം പാകിസ്ഥാൻ സൈന്യത്തിന്റെ പരമ്പരാഗത നീക്കങ്ങളാണ്. ഇപ്പോൾ ഒരു സമയം നിയന്ത്രണമില്ലാത്ത സൈനിക മേധാവിയെ സൃഷ്ടിച്ചിട്ടുള്ളതിനാൽ ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ധൈര്യവും ആകസ്മികതയും വരും. ഈ സാഹചര്യത്തിൽ ഇന്ത്യ നേരിടേണ്ട വെല്ലുവിളി അത്ര ലഘുവല്ല. അസീം മുനീറിന്റെ നേതൃത്വം സൈനികമായി മാത്രമല്ല, സൈബർ വിഭാഗം, ഇന്റലിജൻസ് ഏജൻസികൾ, പ്രോക്സി ഗ്രൂപ്പുകൾ, അതിർത്തിക്കപ്പുറത്തെ തീവ്രവാദ സെൽ എന്നിവ വഴിയും ഇന്ത്യക്കെതിരെ മാനസിക രാഷ്ട്രീയ യുദ്ധം ശക്തമാക്കാൻ സാധ്യതയുള്ളതാണ്. ഭൗതിക അതിർത്തിയിൽ മാത്രമല്ല, ഡാറ്റ ആക്രമണം, വ്യാജ പ്രചരണം, സമൂഹ ഭിന്നത സൃഷ്ടിക്കൽ, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഇടപെടൽ എന്നിവയിലൂടെ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ തന്ത്രം പാകിസ്ഥാൻ രൂപപ്പെടുത്താൻ ശ്രമിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ ഇന്ത്യ 2024-25 കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രതിരോധ മേഖലകളിൽ ഒന്നായി വളർന്നിരിക്കുന്നു. സൈനിക ആധുനികവൽക്കരണം, അതിവേഗ സാങ്കേതിക വികസനം, ബഹിരാകാശ നിരീക്ഷണ ശേഷി, ഉന്നത IT പ്രതിരോധ സംവിധാനങ്ങൾ, ഡാർക്ക് വെബ് നിരീക്ഷണ ശക്തി, ഇതെല്ലാം ഇനി ഇന്ത്യക്ക് സ്വന്തമാണ്. ഇതിന്റെ പ്രധാന അടിസ്ഥാനം മോദി സർക്കാരിന്റെ സ്ഥിരതയുള്ള നയങ്ങളാണ്. മോദിയുടെ ഭരണകാലത്ത് ഇന്ത്യയുടെ സൈനിക രാജ്യതന്ത്ര പ്രവർത്തനം പ്രതിരോധാത്മകതയിൽ നിന്നും തിരിച്ചടിയിലേക്ക് മാറിയിരിക്കുന്നു. സർജിക്കൽ സ്ട്രൈക്ക് മുതൽ ഓപ്പറേഷൻ സിന്ധൂർ വരെ ഇന്ത്യയുടെ നിലപാട് ലോകം വ്യക്തമായി കണ്ടിട്ടുണ്ട്. ഭീഷണികൾ സഹിക്കാനല്ല, നേരിട്ട് ചെറുക്കാനാണ് പുതിയ ഇന്ത്യ മുന്നോട്ട് വരുന്നത്. അതാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഏറ്റവും വലിയ തലവേദന. പാകിസ്ഥാൻ എത്ര ശക്തമായ പദവിയും ഒരു വ്യക്തിക്ക് നൽകുകയാണെങ്കിലും അതിന്റെ ആന്തരിക തകർച്ച ഇന്ത്യ ഒരു അവസരത്തെക്കാൾ ഭീഷണിയാക്കി മാറ്റാനാണ് സാധ്യത. ദരിദ്രാവസ്ഥ, കടബാധ്യത, രാജ്യാന്തര ഒറ്റപ്പെടൽ, സാമ്പത്തിക തകർച്ച, ഇതെല്ലാം ഒരു സൈനിക ഭരണഘടനയിൽ നിന്ന് രാജ്യത്തെ കൂടുതൽ ആക്രമണപരമാക്കുന്നു. കയ്യിൽ ആണവക്കോടുകളുള്ള അസീം മുനീറിനെ അന്താരാഷ്ട്ര തലത്തിൽ ചോദ്യം ചെയ്യാൻ പാകിസ്ഥാനിൽ ഒരു ജനാധിപത്യ സംവിധാനം പോലും ഇല്ലാതാകുന്നു. ഇത് തന്നെ ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ തന്ത്രപ്രധാന ഭീഷണിയാണ്. പക്ഷേ ഈ മുഴുവൻ വെല്ലുവിളികളെയും ചെറുക്കാൻ ഇന്ത്യ ശക്തമായി തന്നെ മുന്നൊരുക്കത്തിലാണ്. മോദി സർക്കാരിന്റെ വിസ്തൃതമായ നീക്കങ്ങളെല്ലാം ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുന്ന വഴികളാണ്. പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുമെങ്കിൽ അതിന്റെ തിരിച്ചടി ഇപ്പോഴത്തെ നിലയിൽ പാകിസ്ഥാനെ നാമാവശേഷമാക്കി മാറ്റുന്നതായിരിക്കും. അതിർത്തിയിൽ ലോക്കലൈസ്ഡ് യുദ്ധം എത്രയും പെട്ടെന്ന് ഫുൾ സ്പെക്ട്രം റീറ്റിലിയേഷനിലേക്ക് മാറുമെന്ന് പാകിസ്ഥാൻ ഗൗരവത്തോടെ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യ ഒരു മൃദു സമീപനം കൈക്കൊള്ളുന്ന രാജ്യമല്ല, ശക്തമായി പ്രതികരിക്കുന്ന ഒരു പ്രതിരോധ രാഷ്ട്രമാണ്. അസീം മുനീറിന്റെ കരുത്ത് പാകിസ്ഥാനികൾക്ക് വലിയ ഭ്രമങ്ങൾ സൃഷ്ടിച്ചേക്കാം. പക്ഷെ അതൊരു യഥാർത്ഥ ശക്തിയാണോ? ഇന്ത്യയുടെ മുന്നിൽ അതൊരു ഭീഷണി മാത്രമാണ്. പക്ഷേ തകർക്കാൻ കഴിയാത്ത ഒരു മതിലാണ് ഇന്നത്തെ ഇന്ത്യ. കാരണം ഇന്ത്യയെ നയിക്കുന്നത് രാജ്യ സുരക്ഷ മുൻഗണനയാക്കി മാറ്റിയ ഒരു സർക്കാരാണ്. അത് മോദി സർക്കാരാണ്.
ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച